അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നല്ല കിടിലം വൈബായിരുന്നു. എന്തെങ്കിലും കഴിക്കണം വിശക്കുന്നു. ചായ കുടിച്ചിട്ട് ഇവിടത്തെ വയലൊക്കെ നല്ല രസം. അവൻ കൂടെ കണ്ടിട്ട് വരാം. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. വീട്ടിലെത്തി. അപ്പൊ ഇനി വീട്ടിലെ കുറച്ച് പരിപാടീസ് ഉണ്ട്. ആദ്യം കാപ്പ് കുടിക്കണം. വിശന്നിട്ടില്ല. അപ്പൊ കാപ്പ് കുടിച്ചിട്ടാണ് ബാക്കി പരിപാടി. അപ്പൊ ഗൈസ് ഓണമായിട്ട് ഞങ്ങൾ ഇന്ന് ഒരു ചാലഞ്ച് ആയിട്ട് വന്നേക്കുന്നത് എന്ന് വെച്ചാൽ ഈ ചാലഞ്ച് 2 ടീമായിട്ടാണ് വരുന്നത്. ഞങ്ങൾ രണ്ടും കൂടെ 2 ടീമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് 2 ടീമും അത്തപ്പൂക്കൾ ഇടും. ജഡ്ജ് ചെയ്യാൻ വേണ്ടത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ചിറ്റയായിരിക്കും. ഞങ്ങൾ വേണ്ട പൂവൊക്കെ 2 ടീമിന് കൊടുക്കാനുള്ള 2 സെറ്റാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2 സെറ്റിനും കൂടെ കൊടുക്കാനുള്ള ചടങ്ങാണ്. ആ ചടങ്ങിലേക്ക് നമ്മുടെ ആർദ്രമായ സ്വാഗതത്തോടെ നമ്മുടെ അച്ചുക്കുട്ടനെ വിളിക്കുന്നു. പക്ഷെ അവൻ ബിസിയിലാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവനുണ്ട്. പക്ഷെ ഈ പരിപാടി 2 മണിക്ക് ഞാൻ സെറ്റാക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ ഇതാണ്ട ഇതുപോലത്തെ മുതലുകൾ വരാൻ താമസിച്ചു. അതുകൊണ്ട് ഇത് നടക്കുന്നത് 5:45 അപ്പൊ നമുക്ക് സമയത്തിനൊന്നും ഒരു കാര്യമില്ല. പരിപാടി പക്ഷെ സൂര്യന്റെ നില കഠിനമാണ്. അപ്പൊ ഞങ്ങൾ പൂക്കാണ്. അപ്പം പൂ കൊടുക്കുന്ന ചടങ്ങിനായി അച്ചുക്കുട്ടനെ വിളിക്കുന്നു. എന്റെ ടീമായ കുഞ്ഞിക്കിളിയാണ് പൂവേറ്റ് വാങ്ങുന്നത്. അതുകൊണ്ട് ആ പൂ കൊടുക്കുകയാണ്. പൂ മേടിച്ചു. ബാക്കി പൂ കൊടുറാ. ബാക്കി പൂ നമുക്ക് കൊടുത്തിട്ട് അപ്പൊ നമുക്ക് പൂവെല്ലാം സെറ്റാക്കി 2 ടീമായിട്ട് അതിർത്തി തിരിച്ചിട്ട് നോക്കാം. ഞങ്ങൾ ടീം പൂവെല്ലാം തിരിച്ച് ഇനി ഞങ്ങൾക്ക് 3 മിനിറ്റ് ഓരോ ടീമിനും 3 മിനിറ്റ് വെച്ച് 3 മിനിറ്റ് അതിനുള്ളില് അത്തപ്പൂക്കളം ഇട്ടാണ്. അത്തപ്പൂക്കളം ജഡ്ജ് ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട ചിറ്റ അവറുകൾ